ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കടച്ചക്ക കൊണ്ട് ഒരു ചിക്കൻ വെക്കില്ല അതുമാതിരി വെക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാകും, ചിക്കൻ വെച്ച പോലെ തന്നെ ഇരിക്കും. അതിലേക്ക് ഞാനിത് ചെറിയൊരു കടച്ചക്ക ഉണ്ട്, ചെറിയൊരു ഉരുളക്കിഴങ്ങ് നുറുക്കിയിട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുക്കറിൽ ഒന്ന് വേകാൻ വയ്ക്കാം. കുക്കർ അടുപ്പിൽ വയ്ക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നോൺ കഴിക്കാത്തവർക്കൊക്കെ ഇത് നല്ല ചിക്കൻ മാതിരി തന്നെ ഇരിക്കും, നന്നായിരിക്കും. ഒരു വിസിൽ വരുന്നിടത്തേക്ക് നമുക്ക് വയ്ക്കാം. കുറച്ച് ഉപ്പിടുക. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു വിസിൽ മതി. ഒരു വിസിൽ വരുന്നിടത്തേക്ക് വേകാൻ വെച്ചിട്ടുണ്ട്. വിസിൽ വരാറായി. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. വിസിൽ വന്നിട്ടുണ്ട്, ഇറക്കി വയ്ക്കാം. ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വയ്ക്കാം. ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. എനിക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിക്കുക. കുറച്ച് കടുക് ഇടുക. ഒന്നര സ്പൂണ് കടുക്. കടുക് പൊട്ടിയ ശേഷം ഇഞ്ചി പൂണ്ട് ചതച്ചത്, കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് പെരിഞ്ചീരകം ഇടുക. 1 സ്പൂണ് പെരിഞ്ചീരകം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു പല്ല് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാള, നന്നായി വറുത്തെടുക്കുക. നന്നായി വറുക്കുക. നന്നായി വറന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂണ് മല്ലിപ്പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, ചക്ക എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് മസാല ചേർത്താൽ മതി. 2 സ്പൂണ് മസാലപ്പൊടി, 1 സ്പൂണ് ജീരകം. അത് ചക്ക ആയ കാരണം ഗ്യാസിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടാകും.
അതിനാണ് ജീരകം, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചേർക്കണത്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. 2 സ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, ചെറിയ സ്പൂണിൽ 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കരിവേപ്പില. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ലൊരു മണം വരുന്നവരേക്ക് ഒന്ന് വറുത്തെടുക്കുക, കരിഞ്ഞു പോകരുത്. ചക്ക നന്നായി വെന്തിട്ടുണ്ട്. ചക്ക അതിലേക്ക് നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പ് പോരാ വെച്ചാൽ കുറച്ച് ഉപ്പിടുക. ചക്ക വേകാൻ വയ്ക്കുമ്പോൾ 1 വിസിലേ വെക്കാൻ പാടുള്ളൂ. അധികം വെച്ചാൽ അത് കുഴഞ്ഞു പോകും. നന്നായിട്ട് ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില, നല്ല ചക്ക ചിക്കൻ മാതിരി വെച്ചതാണ്. നന്നായിട്ടുണ്ടാകും, നല്ല ടേസ്റ്റ് ഉണ്ടാകും. നല്ല സൂപ്പറായിട്ടുള്ള ചക്ക മസാല ചിക്കൻ കറി, ചക്ക കൊണ്ടുള്ള ഒരു ചിക്കൻ കറി. ചക്ക കൊണ്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ടാകും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.